ഹലോ, ഈ ഒരു സ്റ്റെയർ കേസ് കണ്ടോ? ഇതെനിക്ക് കയറി മോളിൽ പോകണം. പക്ഷെങ്കില് ഇതിന്റെ ആദ്യത്തെ പടിയെ ഞാൻ ചവിട്ടി എങ്കിലേ ഞാൻ മുൻപോട്ട് നീങ്ങുകയുള്ളൂ. അല്ലാതെ ഞാൻ ഇവിടെയോ ഇത് ഞാൻ എങ്ങനെ കയറും എന്ന് സംശയിച്ചു നിന്നാല് അല്ലെ പേടിച്ചു നിന്നാല് എനിക്ക് മുകളിലോട്ട് കയറുവാൻ പറ്റുമോ? ഒരിക്കലുമില്ല. നമ്മൾ ഒരു കാലെടുത്ത് വെച്ച് നമ്മൾ അവിടെ പ്രയത്നിച്ചെങ്കിൽ മാത്രമേ നമുക്കത് വിജയത്തിൽ പോയിട്ട് നമുക്ക് ആ സ്റ്റെയർ കേസിന്റെ മുകളിൽ പോവാൻ പറ്റത്തുള്ളൂ. നമുക്ക് ആ മുറിയിലായിട്ട് കയറുവാൻ പറ്റുള്ളൂ. നമ്മൾ ജീവിതത്തിന്റെ ഓരോ വിഷമങ്ങൾ കണ്ടിട്ട് അറച്ചു നിൽക്കരുത്. നമ്മൾ അതിനെയൊക്കെ അതിജീവിച്ച് മുൻപോട്ട് പോയെങ്കിലേ പറ്റുകയുള്ളൂ. അതിന് ഉദാഹരണം ഞാൻ പറയാം. ഒരു ഭാര്യയും ഭർത്താവും കൂടെ ഒരു തോടിന് മുകളിൽ കൂടിയുള്ള ഒരു പാലത്തിലേക്കൂടെ അക്കരെ കടക്കുവാണേ. ആദ്യം ഭർത്താവ് വലിയ ഗമയ്ക്ക് ഓടിപ്പിടിച്ച് പാലം കടന്നു. ഇനി ഭാര്യയ്ക്ക് കടക്കണം. അവള് പാലത്തേലോട്ട് കാലെടുത്ത് വെക്കും, അവിടുന്ന് മാറും. പേടിയാണേ. കാരണം ആ താഴെ വീണാല് ആ വെള്ളത്തിലായിരിക്കും അവള് വീഴുന്നത്. ഇവിടെ നിന്നിട്ട് ഭർത്താവ് പറയുന്നു, നീ കേറി പാടിയെന്നു. പക്ഷെ അവൾക്ക് പറ്റുന്നില്ല. അവള് കാലെടുത്ത് വെക്കും, പുറകോട്ട് പോകും. ഇത് അവിടെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെങ്കില് ഒടുവിൽ ഈ ഭർത്താവിന് സഹി കേട്ടപ്പം പുള്ളി പറഞ്ഞു, നിനക്കിനി വേണ്ടുന്ന പോലെ ചെയ്യ്, ഞാൻ എന്റെ പാട്ടിന് പോവാ, നീ അവിടെ എന്തെങ്കിലും ചെയ്യടിയെന്ന് പറഞ്ഞേച്ച് ഈ ഭർത്താവ് അങ്ങ് പോയി. അവൾക്ക് പിന്നെ അവിടെ നിന്നപ്പോ മനസ്സിലായി, എന്നെ ഇനിയും സഹായിക്കാൻ ആരുമില്ല, ഇനി എനിക്ക് എന്റെ കാര്യം നോക്കിയെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്നും പറഞ്ഞ് അവൾ എന്ത് ചെയ്തെന്നറിയാമോ? അവള് ധൈര്യം സംബന്ധിച്ച് നേരെ ആ പാലത്തെ കൂടെ കയറി ഇങ്ങ് പോരുന്നു. അതിൽ നിന്ന് എന്താ നമുക്ക് മനസ്സിലാക്കാവുന്നത്? നമ്മളെ ആരെങ്കിലും ഒന്ന് പേടിപ്പിക്കാനോ ചൊടിപ്പിക്കാനോ ഉണ്ടെങ്കിലേ നമ്മളെ മുൻപോട്ടുള്ള ആ പ്രയാണം നിർഭയമായിട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിലായോ? അതുപോലാണ് ജീവിതത്തിൽ ഒരിക്കലും അറച്ചു നിൽക്കരുത്. ആരെന്ത് പറഞ്ഞാലും ഇതെന്നെ കൊണ്ട് പറ്റും, ഞാൻ ജീവിച്ച് മറ്റുള്ളവരെ കാണിക്കുമെന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം കേട്ടോ. നമുക്ക് ജീവിതം ഒന്നേ ഉള്ളെന്ന് മറക്കരുത്. ഞാൻ പലയിടത്തും പറയുന്നുണ്ട്, ഈ ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ. ആ ജീവിതത്തിൽ നമ്മൾ ജീവിക്കണം, നമ്മൾ ജീവിച്ച് കാണിക്കണം മറ്റുള്ളവരെ. അത് കാരണം എന്ത് പ്രതിസന്ധി വന്നാലും ഏത് വിഷമങ്ങൾ വന്നാലും നമ്മള് അതിനെ മറികടന്ന് ജീവിക്കാനായിട്ട് ശ്രമിക്കണം.